ബഹുജനം പലവിധം എന്ന് പറയും പോലെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും ഓരോ വ്യക്തികൾക്കും അവരവരുടെ കാഴ്ചപ്പാടാണുള്ളത്. ചിലർക്ക് വളരെ സിമ്പിളായി ഒരുങ്ങുന്നതായിരിക്കും ഇഷ്ടം, മറ്റു ചിലർക്ക് കുറച്ച് ആർഭാടമാവാം. ഇങ്ങനെ പോകുന്നു സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ചുള്ള താല്പര്യങ്ങൾ. അതിനുവേണ്ടി കയ്യിൽ കിട്ടുന്നത് എന്തും വാങ്ങി തേക്കുന്ന സ്വഭാവം മലയാളികൾക്കുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് വെളുക്കാൻ തേക്കുന്നത് പാണ്ടാകുമെന്ന കാര്യം മറക്കരുത്. ബ്യൂട്ടി തെറാപ്പിസ്റ്റായ അനില ജോസഫ് ഇന്നത്തെ ബ്യൂട്ടി ടിപ്സിലൂടെ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇന്നത്തെ ബ്യൂട്ടി ടിപ്സിൽ നമ്മൾ എങ്ങനെയാണ് സ്കിൻ എങ്ങനെ കെയർ ചെയ്യണം, അതായത് നമ്മുടെ ഫേസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്. പലർക്കും സംശയമാണ്, ചിലരുടെ മുഖത്ത് കുരുവുണ്ട്, അല്ലെങ്കിൽ ചിലരുടെ മുഖം ഓയിലിയാണ്, ചിലരുടെ മുഖം ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും ഭയങ്കര സംശയമാണ്. നമ്മളൊരു കാര്യം സ്കിൻ കെയറിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് ആൻഡ് പ്രൊട്ടക്ഷൻ, അതായത് CTMP. അതൊരു റൂളാണ് സ്കിൻ കെയർ ചെയ്യുന്നത്. അതായത് ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ മുഖം വൃത്തിയായിട്ട് ഏതെങ്കിലും നല്ലൊരു ലിക്വിഡ്, നമ്മുടെ ഏതെങ്കിലും ഒരു സോപ്പ്, അതായത് ഫേസ് വാഷോ എന്നാന്ന് വെച്ചാൽ ഉപയോഗിച്ചിട്ട് നമ്മൾ പുറത്ത് പോകുന്നതിനും, അതായത് നമ്മൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് വല്ല പുറത്ത് പോയിട്ട് വന്നതിന് ശേഷവും രാത്രി ചിലവർ ഭയങ്കര മടി പിടിച്ച് കയറിയും കിടക്കും. അപ്പോൾ മുഖത്ത് മുഴുവൻ പൊടി അഴുക്കും കാണും. അപ്പോൾ അത് നമ്മൾ നല്ലതായിട്ട് ക്ലെൻസ് ചെയ്യണം. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും നന്നായിട്ട് മുഖം നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ ചിലപ്പോൾ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മോയ്സ്ചറൈസർ ഇടണം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ആസ്ട്രിഞ്ചൻ്റോ സ്കിൻ ടോണിക് എന്തെങ്കിലും ഇടണം. അതാണ് ടോണിങ് എന്ന് പറഞ്ഞാൽ. അതുപോലെ പിന്നെ അടുത്ത ക്ലെൻസിങ്, ടോണിങ് എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത മോയ്സ്ചറൈസിങ്. ഇപ്പം ടോണിംഗ് എന്ന് പറഞ്ഞാൽ ചില സ്കിന്ന് ഇപ്പോൾ ഒത്തിരി ഡ്രൈ സ്കിന്നാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്കിൻ ടോണിക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ഒരു ഫൗണ്ടേഷൻ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വളരെ മൈൽഡ്, അതായത് ഓയിലി സ്കിന്നിൻ്റെ ഏതെങ്കിലും ഒരു ടൈപ്പ് ഒരു മോയ്സ്ചറൈസർ നമ്മൾ മുഖത്തിടണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് സ്കിൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെയിലത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ചൂടും അതുപോലെ നേരിട്ട് നമ്മുടെ മുഖത്ത് സൂര്യപ്രകാശം ഒരുപാട് തട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്കിന്നിന് റിങ്കിൾസ് വരും, അതുപോലെ ഏജിങ് ഇതുണ്ടാകും, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാകും. അത് ഒരുപാട് സ്കിൻ നമുക്ക് പെട്ടെന്ന് നമുക്കിപ്പം പ്രായത്തിനെക്കാട്ടിലും കൂടുതൽ, നമുക്കിപ്പോൾ ഉള്ള പ്രായത്തിനെക്കാട്ടിലും കൂടുതൽ സ്കിൻ ചിലവരുടെ മുഖം നമുക്ക് കാണാം വല്ലാതെ ഒത്തിരി പാടുമൊക്കെ ആയിട്ട്, അവർക്ക് അധികം പ്രായമൊന്നും കാണത്തില്ല, പക്ഷേ ഒത്തിരി പ്രായമുള്ളവരുടെ സ്കിൻ പോലെയൊക്കെ. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മുടെ സ്കിന്നൊക്കെ നമ്മൾ കെയർ ചെയ്താൽ, അതായത് നമ്മൾ ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ നമ്മൾ വെയിലത്ത് ഇറങ്ങുന്നതിന് മുമ്പേ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം എന്തെങ്കിലും, അത് SPF എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ കടകളിലും ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു സംഗതി തന്നെയാണ്. അത് വലിയ സംഭവമൊന്നുമല്ല. ഒരു SPF, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, ഒരു ക്രീം, അതും ക്രീം പോലെ തന്നെ ഒരു സാധനമാണ്. അത് മുഖത്ത് നന്നായിട്ട്, അതായത് വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പേ നമ്മളത് മുഖത്ത് നന്നായിട്ട്, വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ മുഖമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഈ ക്ലെൻസിങ്ങും ടോണിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഇത് മുഖത്ത് നന്നായിട്ട് പുരട്ടിയിട്ട്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഫൗണ്ടേഷനോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ചിലപ്പോൾ സ്റ്റിക്ക് ടൈപ്പ് ഫൗണ്ടേഷൻ ആയിരിക്കും, ചിലപ്പോൾ ഓയിലി ടൈപ്പ് ഫൗണ്ടേഷൻ ആണെങ്കിലും, അങ്ങനെ ഏത് ഫൗണ്ടേഷൻ ആണെങ്കിലും നമുക്ക് വേണേൽ യൂസ് ചെയ്യാം. പക്ഷേ ആദ്യമേ ഈ സൺ പ്രൊട്ടക്ഷൻ ഉള്ള ക്രീം നമ്മൾ ഉപയോഗിക്കാണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരു പ്രായമായി കഴിഞ്ഞാലും അധികം പ്രായം തോന്നാത്ത രീതിയിൽ, ഇപ്പോൾ എല്ലാവർക്കും അതാണല്ലോ സ്കിൻ എപ്പോഴും നമ്മളെപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കണം, സ്കിൻ നല്ലതായിട്ടിരിക്കണം എന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര ഒരു ആഗ്രഹമുള്ള സംഗതിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പ്രത്യേകം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പ്രായം ചെന്നാലും ആ രീതിയിൽ നമ്മുടെ സ്കിന്നിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം നമ്മൾ ചെയ്യേണ്ട, ആഴ്ചയിലൊരു ദിവസം നമുക്കൊരു ഫേഷ്യൽ സ്ക്രബ് ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് മുഖമൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൊണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രബ് ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞാൽ അത് ഇപ്പം ഡെഡ് സെൽസൊക്കെ മാറാനും അതിനൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ വേറെ ഒരു ഇതൊക്കെ പറഞ്ഞാലും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ പലതരം കോസ്മെറ്റിക്സ് ഇപ്പോൾ കടകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്, അയ്യോ ഏത് സാധനം ഞാൻ മേടിക്കണം, ഇപ്പോൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ക്രബുണ്ട്, ക്ലെൻസ് ഉണ്ട്, അതുകൊണ്ട് ഇതുകൊണ്ട് ഏത് മേടിക്കണം. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നല്ലതായിട്ട് അറിയാവുന്ന നിങ്ങളുടെ ഒരു സ്കിൻ ഡോക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബ്യൂട്ടി തെറാപ്പിസ്റ്റിനോട് ചോദിച്ചിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ കടയിൽ തന്നെ ഇപ്പം മിക്കവാറും അതിൻ്റെ അഡ്വൈസേഴ്സ് ഉണ്ട്, അവരോട് ചോദിച്ചിട്ട് വേണം കഴിയുന്നതും നിങ്ങൾ സെലക്ട് ചെയ്യാൻ. കാരണം ചിലപ്പോൾ തന്നെത്താൻ എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കാണത്തില്ല. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അന്നേരം ഇപ്പം ഈ സ്ക്രബ് ഉപയോഗിക്കുന്ന പറഞ്ഞല്ലോ, ഇനി അടുത്ത പ്രാവശ്യം ഞാൻ സ്ക്രബ് എങ്ങനെ ഉപയോഗിക്കണം, ഫേഷ്യൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത പ്രാവശ്യം പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണാം.